ഒരിക്കലെറിഞ്ഞ ആയുധങ്ങളൊക്കെ നരേന്ദ്രമോദി സർക്കാരിന്റെ നെഞ്ചിലേക്ക് തന്നെ തിരിച്ചു തറയ്ക്കുകയാണ്. രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ അഴിഞ്ഞാടുന്നതിന്റെ പ്രധാന കാരണം കോൺഗ്രസ് ഭരണകൂടത്തിന്റെ പിടിപ്പുകേടും കഴിവില്ലായ്മയുമാണെന്ന് പറഞ്ഞ് ശക്തമായ ഭാഷയിൽ ഒരിക്കൽ പ്രസംഗിച്ച നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ്. പിൽക്കാലത്ത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ എണ്ണം ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളെല്ലാം അന്ന് നരേന്ദ്രമോദി മൻമോഹൻ സിംഗിനെതിരെ ഉന്നയിച്ച ചോദ്യങ്ങൾ തിരികെ ഉന്നയിക്കുകയാണ്. ഉത്തരം മുട്ടി തൊണ്ടയിൽ കുടുങ്ങി കേന്ദ്ര സർക്കാരും BJP നേതൃത്വവും മിണ്ടാതിരിക്കുകയാണ്. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. സുരക്ഷാ വീഴ്ചയുൾപ്പെടെ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുയരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഴയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. രാജ്യത്തെ തീവ്രവാദികളുടെ കടന്നുകയറ്റത്തിനെതിരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അന്നത്തെ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനുമെതിരെയായിരുന്നു നരേന്ദ്രമോദിയുടെ ഈ വിദ്വേഷ പ്രസംഗം. ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി തനിക്ക് ഉത്തരം നൽകണം. വിദേശ മണ്ണിൽ നിന്ന് വരുന്ന തീവ്രവാദികൾക്ക് എവിടെ നിന്നാണ് ആയുധങ്ങൾ ലഭിക്കുന്നത്? അതിർത്തികൾ പൂർണ്ണമായും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലല്ലേ എന്നാണ് മോദി ചോദിക്കുന്നത്. 2012-ലെ പ്രസംഗമാണിത്. BSF-ഉം തീരദേശ സുരക്ഷയും നേവിയുമെല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ? എന്നിട്ടും എങ്ങനെയാണ് തീവ്രവാദികൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നത്? RBI നിങ്ങളുടെ കയ്യിലല്ലേ? എന്നിട്ടും തീവ്രവാദികൾക്ക് പണം എങ്ങനെയാണ് ലഭിക്കുന്നത്? ആശയവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ കൈവശമല്ലേ? പിന്നെ എങ്ങനെയാണ് തീവ്രവാദികൾ ഫോൺ വഴിയും ഇമെയിൽ വഴിയും ആശയവിനിമയം നടത്തുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്കത് തടയാനാവുന്നില്ല? വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഹവാല വഴി ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് എത്തുന്ന ഫണ്ടിന്റെ ഒഴുക്ക് പ്രധാനമന്ത്രിക്ക് നിരീക്ഷിക്കാൻ പോലും കഴിയുന്നില്ലേ? തീവ്രവാദികൾ രാജ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ഡൽഹിയിലിരിക്കുന്ന സർക്കാർ ഇതൊന്നും കാണുന്നില്ലേ? അവർക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നാണ് നരേന്ദ്രമോദി പ്രസംഗത്തിൽ പറഞ്ഞത്. 2012-ൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഇപ്പോൾ ട്വിറ്ററിൽ ഉൾപ്പെടെ വലിയ ചർച്ചയാവുകയാണ്. പ്രധാനമന്ത്രിയോട് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അദ്ദേഹം തന്നെയാണ് എന്നാണ് വീഡിയോ പങ്കുവച്ച് നെറ്റിസൺ പറയുന്നത്. 2014-ലെ BJP അധികാരത്തിൽ വരികയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. 2014-ന് ശേഷം രാജ്യത്ത് പത്താൻകോട്ട്, ഉറി, പുൽവാമ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. സൈനികരടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവിടെയും ഈ ചോദ്യങ്ങളൊക്കെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തെക്കാൾ പ്രസക്തമാകുമ്പോഴും മറ്റൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ BSF ജവാൻ പാകിസ്ഥാന്റെ പിടിയിലായതാണ്. അറിയാതെ അതിർത്തി കടന്നു എന്നൊരു ന്യായം പറയുമ്പോഴും ഇത്ര സുരക്ഷിതത്വമില്ലായ്മയാണോ ഇന്ത്യൻ അതിർത്തിയിൽ? ഇന്ത്യൻ അതിർത്തി കാക്കുന്ന സുരക്ഷാ സേനയ്ക്ക് അതിർത്തിയെ പറ്റി ഇത്രയും ധാരണയില്ലേ? നിങ്ങൾ എന്ത് ട്രെയിനിങ് സംവിധാനങ്ങളാണ് ഇത്തരം ജവാന്മാർക്ക് കൊടുക്കുന്നത്? ധാരണയില്ലാത്ത ജവാന്മാരെ തോന്നിയ പടി അതിർത്തി കാക്കാൻ നിർത്തുമ്പോൾ അവരുടെ ജീവന് വിലയില്ലേ? അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്ന BSF ജവാനാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായത്. പാക് റേഞ്ചേഴ്സ് ആണ് BSF ജവാനെ കസ്റ്റഡിയിലെടുത്തത്. BSF കോൺസ്റ്റബിൾ PK സിംഗ് ആണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ളത്. സീറോ ലൈൻ കഴിഞ്ഞ് 30 മീറ്റർ അകലെ വെച്ചാണ് BSF ജവാനെ കസ്റ്റഡിയിലെടുത്തത്. ജവാന്റെ മോചനത്തിനായി ഇരു സേനകളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇനി ജവാന്റെ മോചനം എന്നും പറഞ്ഞ് പാകിസ്ഥാനെതിരെ നടപ്പിലാക്കാൻ തീരുമാനിച്ച പല ശക്തമായ നടപടികൾക്കും കൂട്ടുവീഴാതിരുന്നാൽ കൊള്ളാം. സത്യം എന്തു തന്നെയായാലും ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവൻ വെച്ച് രാഷ്ട്രീയം കളിക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണുള്ളത്.